നമുക്കിനി മലയോര ജില്ലയായ വയനാട്ടിലേക്ക് പോകാം. വയനാടിൻ്റെ പ്രത്യേകത 3 മണ്ഡലങ്ങൾ മാത്രമേ ഉള്ളൂ. പക്ഷേ ഈ തെരഞ്ഞെടുപ്പിനെ ആ ജില്ലയെ മാത്രമല്ല സംസ്ഥാനത്തൊട്ടാകെ സ്വാധീനിച്ച പ്രധാനപ്പെട്ട വിഷയങ്ങളുള്ള ഒരു ജില്ലയാണ്. നമുക്കറിയാം, വയനാട്ടിൽ നടന്ന പുനരധിവാസ പ്രവർത്തനങ്ങൾ ലോകോത്തര മാതൃകയായിരുന്നു. ഒരു വശത്ത് അതാണെങ്കിൽ മറുവശത്ത് വയനാടിൻ്റെ പേരിൽ വലിയ തട്ടിപ്പും വെട്ടിപ്പും നടന്ന സംഭവവും ഈ തെരഞ്ഞെടുപ്പിനെ വളരെ നിർണായകമായി സ്വാധീനിച്ചു. ജോഷില, ഗുഡ് മോർണിംഗ്. ജോഷില എവിടെയാണ് നിൽക്കുന്നത്? അവിടുത്തെ ക്രമീകരണങ്ങൾ ഒന്ന് വിശദീകരിക്കാമോ? രാജേന്ദ്രൻ, ഗുഡ് മോർണിംഗ്. ഞാനിപ്പോൾ ഉള്ളത് കൽപ്പറ്റ SKMJ സ്കൂളിലാണ്. ഇവിടെയാണ് കൽപ്പറ്റ നിയോജക മണ്ഡലത്തിലെ വോട്ടെണ്ണൽ നടക്കുന്നത്. ആകെ 227 ബൂത്തുകളാണ്. 17 റൗണ്ടുകളായിട്ടാണ് കൽപ്പറ്റ നിയോജക മണ്ഡലത്തിലെ വോട്ടെണ്ണൽ നടക്കുക. എന്തായാലും രാജേന്ദ്രൻ സൂചിപ്പിച്ചതുപോലെ തന്നെ വയനാട് എന്ന് പറയുന്നത്, വയനാടിനെ സംബന്ധിച്ചിടത്തോളം 3 നിയമസഭാ മണ്ഡലങ്ങളാണുള്ളത്. മാനന്തവാടി, അതുപോലെ തന്നെ ബത്തേരി കൂടെയുണ്ട്. സെൻറ്റ് മേരീസ് ഹൈസ്കൂളിലും അതുപോലെ തന്നെ സെൻറ്റ് പാട്രിക്സ് ഹൈസ്കൂളിലുമായിട്ടാണ് മറ്റ് 2 നിയോജക മണ്ഡലത്തിലെ വോട്ടെണ്ണൽ നടക്കുക. എല്ലാ സജ്ജീകരണങ്ങളും ഒരുങ്ങിക്കഴിഞ്ഞു. സ്ട്രോങ് റൂമുകൾ തുറന്നു കഴിഞ്ഞു. ഇനി വോട്ടെണ്ണലിലേക്ക് കടക്കാൻ അല്പസമയം മാത്രമേ ബാക്കിയുള്ളൂ. എന്തായാലും നേരത്തെ രാജേന്ദ്രൻ സൂചിപ്പിച്ചതുപോലെ തന്നെ വയനാട് എന്ന് പറയുന്നത് വയനാടിനെ വലിയ തോതിൽ സ്വാധീനിക്കുന്ന വിഷയങ്ങൾ മാത്രമല്ല, സംസ്ഥാനത്തെ ആകെ തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കുന്ന വിഷയങ്ങൾ ആണ് വയനാടിനെ സംബന്ധിച്ചിടത്തോളം. രാഷ്ട്രീയമായും അത് സാമൂഹികമായും ഒക്കെ തന്നെ വളരെയേറെ പ്രാധാന്യമുള്ള വിഷയങ്ങളാണ് വയനാടിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിട്ടുള്ളത്. അത് ഒരുപക്ഷെ സംസ്ഥാനത്തെ തന്നെ തെരഞ്ഞെടുപ്പിനെ ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന വിഷയങ്ങൾ തന്നെയായിരിക്കും. നമുക്കറിയാം, ടൗൺഷിപ്പുമായി ബന്ധപ്പെട്ട് ആണ് ഏറ്റവും കൂടുതൽ വികസനം തന്നെ ഏറ്റവും കൂടുതൽ നടന്നിട്ടുള്ളത് വയനാട് ജില്ലയിലാണ് എന്ന് വേണം അനുമാനിക്കാൻ. കാരണം വയനാട് ജില്ല ഇതുവരെ കാണാത്ത വികസനമാണ് ഇതുവരെ നടന്നിട്ടുള്ളത്, കഴിഞ്ഞ 10 വർഷത്തോളം കാലമായി നടന്നിട്ടുള്ളത്. അത് മാത്രമല്ല, ദുരന്തം നടന്ന ഏറ്റവും വലിയ ദുരന്തം, ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ദുരന്തം എന്ന് വിശേഷിപ്പിക്കാം. ആ ദുരന്തത്തെ എങ്ങനെയാണ് അതിജീവിച്ചത്, എങ്ങനെയാണ് പുനരധിവാസ പ്രവർത്തനങ്ങൾ ഒരു ദുരന്തബാധിത മേഖലയിൽ നടപ്പിലാക്കാൻ സാധിക്കുക എന്നുള്ളത് ലോകോത്തര മാതൃകയായി ഉയർത്തിക്കാട്ടിയ ഒരു സർക്കാരാണ് ഇത്തവണ തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്. അതുകൊണ്ട് തന്നെ ആ ഒരു വിഷയത്തിൽ തന്നെ ഊന്നിക്കൊണ്ട് ഒരു ഭാഗത്ത് എങ്ങനെ പുനരധിവാസത്തിന് മാതൃകയാക്കാം എന്ന് സർക്കാർ തെളിയിച്ചു കൊണ്ടിരിക്കുമ്പോൾ, മറ്റൊരു ഭാഗത്ത് ഈ പുനരധിവാസവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ദുരന്തവുമായി ബന്ധപ്പെട്ട് ഫണ്ട് പിരിക്കുകയും അത് എവിടെ എന്ന് ചോദിക്കുന്ന അവസ്ഥയിലേക്ക് UDF മാറുകയും ചെയ്യുന്നു. പ്രത്യേകിച്ച് കോൺഗ്രസ് ഒരു സ്ഥലം മാത്രം ഏറ്റവും അവസാന സമയത്ത് സ്ഥലമെടുത്ത് പിരിച്ച ഫണ്ടുമായി ഒരു സ്ഥലമെടുത്ത് ഫണ്ട് പിരിവ് എങ്ങനെയാണ് നടത്തിയതെന്ന് ഉള്ള ചോദ്യത്തിന് മുന്നിൽ കണക്ക് കാണിക്കേണ്ട അവസ്ഥയിലേക്ക് കോൺഗ്രസ് മാറുന്നു. ഇതൊക്കെ തന്നെ കേരളത്തിലെ രാഷ്ട്രീയത്തെ അല്ലെങ്കിൽ കേരളത്തിലെ ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിനെ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്ത വിഷയങ്ങളായി മാറുന്നു. മാത്രമല്ല, വയനാടിനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, കോൺഗ്രസിലെ ട്രഷററായിരുന്ന NM വിജയൻ എൻ്റെ ആത്മഹത്യ, ഇതൊക്കെ തന്നെ വലിയ വിഷയങ്ങളാണ്. അതുപോലെ തന്നെ വനമേഖലയെ സംബന്ധിച്ചിടത്തോളം വിഷയങ്ങൾ, ഇങ്ങനെ രാഷ്ട്രീയമായും സാമൂഹികമായും ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ ചർച്ച ചെയ്യപ്പെട്ട അല്ലെങ്കിൽ കേരളത്തിൽ ആകമാനം ചർച്ച ചെയ്യപ്പെട്ട വിഷയങ്ങൾ ഉള്ള ഒരു ജില്ല കൂടിയാണ് വയനാട് ജില്ല. അതിൻ്റെ ഒരു പ്രതിഫലനം എന്തായാലും ഈ ഒരു തെരഞ്ഞെടുപ്പിലും കാണാൻ സാധിക്കും എന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. കൽപ്പറ്റ മണ്ഡലത്തിലെ ആദ്യത്തെ 1ാം റൗണ്ട് പടിഞ്ഞാറത്തറയിൽ നിന്നാണ് ആരംഭിക്കുക. പടിഞ്ഞാറത്തറ എന്ന് പറയുന്നത് UDFന് നല്ല മേൽക്കൈ ലഭിക്കുന്ന സ്ഥലം കൂടിയാണ്. 3000-ലേറെ വോട്ടുകൾ അവിടെ നിന്നും പ്രതീക്ഷിക്കുന്നുണ്ട് UDF. എന്നാൽ അത് 1500 വോട്ടിലേക്ക് ചുരുങ്ങിയാൽ അത് കൽപ്പറ്റ മണ്ഡലത്തിൽ LDFന് ഏറെ പ്രതീക്ഷയുണ്ടാക്കുന്ന ഒരു സംഭവം തന്നെയായിരിക്കും. അതിൻ്റെ ആ ഒരു പടിഞ്ഞാറത്തറയിലെ 1ാം റൗണ്ട് പൂർത്തിയാകുമ്പോൾ തന്നെ ഏകദേശം ഇതിൻ്റെ എങ്ങോട്ടേക്കാണ് പോകുന്നത്, എങ്ങോട്ടാണ് ഇത്തവണത്തെ ഇലക്ഷൻ പോയിട്ടുള്ളത്, അല്ലെങ്കിൽ ജനങ്ങളുടെ ഒരു സമീപനം എന്തായിരുന്നു എന്നുള്ള കാര്യം വ്യക്തമാകും കൽപ്പറ്റയെ സംബന്ധിച്ചിടത്തോളം. അതേസമയം തന്നെ മാനന്തവാടിയിൽ 237 ബൂത്തുകളാണുള്ളത്. 17 റൗണ്ട് ആണ് വോട്ടെണ്ണൽ നടക്കുക. തവിഞ്ഞാലാണ് ആദ്യത്തെ 1ാം റൗണ്ടിൽ വരുന്നത്. തവിഞ്ഞാലാണ് 1 മുതൽ 14 വരെ ബൂത്തുകൾ. 2ാം റൗണ്ടിൽ 15 മുതൽ 28 വരെ ബൂത്തുകളാണ് തവിഞ്ഞാലിലുള്ളത്. ഈ 2 റൗണ്ടുകൾ പൂർത്തിയാക്കുമ്പോൾ തന്നെ മാനന്തവാടി മണ്ഡലത്തിൻ്റെ പോക്ക് എങ്ങോട്ടാണെന്നുള്ള കാര്യം നമുക്ക് വ്യക്തമാക്കും. കാരണം തവിഞ്ഞാൽ പഞ്ചായത്തിൽ തവിഞ്ഞാൽ അത് ആ ഒരു വോട്ടിംഗ് നില ഏത് ഭാഗത്തേക്കാണ് പോകുന്നത് എന്ന് കണ്ടാൽ തന്നെ
മാനന്തവാടി നിയോജക മണ്ഡലത്തിലെ ഒരു പാറ്റേൺ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെ തന്നെ മുള്ളൻകൊല്ലിയിൽ ആണ് സുൽത്താൻ ബത്തേരിയുടെ ആദ്യ റൗണ്ട് നടക്കുക. 1 മുതൽ 25 വരെ ബൂത്തുകളാണ് ആദ്യം എണ്ണുക. UDF ഏകദേശം 1000-ലാണ് ലീഡ് മുള്ളൻകൊല്ലിയിൽ നിലനിൽക്കുന്നതെങ്കിൽ അത് UDF വലിയ കനത്ത തിരിച്ചടിയായിരിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. കാരണം മുള്ളൻകൊല്ലിയൊക്കെ 1000-ലധികം ലീഡുകൾ UDF പ്രതീക്ഷിക്കുന്ന സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ ആദ്യ റൗണ്ട് പൂർത്തിയാകുമ്പോൾ തന്നെ ഏകദേശം കാര്യങ്ങൾ വയനാടിനെ സംബന്ധിച്ചിടത്തോളമുള്ള കാര്യങ്ങൾ, വയനാട്ടിലെ 3 നിയോജക മണ്ഡലത്തെക്കുറിച്ചുള്ള കാര്യങ്ങൾ വ്യക്തമായി തുടങ്ങും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. രാജേന്ദ്രൻ.